ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയും അരക്കുട്ടിയും രണ്ട് കുട്ടിയൊക്കെയുള്ള വീടുകളിൽ കുട്ടികളെയൊക്കെ അമിത വാത്സല്യത്തിലും വലിയ സ്നേഹത്തിലും ഒക്കെ വളർത്തുമ്പോൾ പലപ്പോഴും അവരെ എങ്ങനെ ഡിസിപ്ലിൻ ചെയ്യണം, അവരെ എങ്ങനെയൊന്ന് ഒരുക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒരു തെറ്റോ കുറ്റോ വന്നാൽ അവരെ അടിക്കാൻ പാടുണ്ടോ, വഴക്ക് പറയാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത പലരിലും ഉണ്ട്. ഇനി ചില വീടുകളിലൊക്കെ ആണെങ്കിൽ അമിതമായ ദേഷ്യമുള്ള പേരൻസാണ്, തൊട്ടതിനും പിടിക്കുന്നതിനും എല്ലാം വലിയ ബഹളവും അടിയും ഒക്കെയുള്ള പേരൻ്റാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളെ എങ്ങനെയാണ് ഡിസിപ്ലിൻ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. മുഴുവൻ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേരൻസിൻ്റെ ഒരു പ്രശ്നമാണ് കുട്ടികളുടെ അച്ചടക്കം. കുട്ടികൾ പറയുന്ന കേൾക്കുന്നില്ല, അവർ ചെയ്യാമെന്ന് പറയുന്നേ ഉള്ളൂ, ചെയ്യുന്നില്ല, അവർ പഠിക്കുന്നില്ല, ഒരുപാട് അനുസരണക്കേട്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഒത്തിരി പേരൻസിനുണ്ട്. ഈ വീഡിയോയിലൂടെ വരുന്ന ഒരുപാട് ചോദ്യങ്ങളും എങ്ങനെ ഇവരെ ഡിസിപ്ലിൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നല്ലൊരു കാര്യമാണ്. ഡിസിപ്ലിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് പൊതുവേ നമുക്കാർക്കും ഇഷ്ടമല്ല. കാരണം പേരൻസ് തന്നെ നോക്കുക, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫീസിൽ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇടപെടുന്ന സ്ഥലങ്ങളിലും നിങ്ങളുടെ സൊസൈറ്റിയിലുമൊക്കെ നമുക്കിഷ്ടമാണ്. പൊതുവേ നമ്മുടെ രാജ്യത്ത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല, നിയമങ്ങളെ ഇഷ്ടമല്ല. പലപ്പോഴും അതിനെയൊക്കെ പ്രതിരോധിക്കാനും അതിനെയൊക്കെ കുറുക്കു വഴികളിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെ നോക്കുന്ന, കൈക്കൂലി കൊടുക്കുന്ന, വളരെ ക്യൂ തെറ്റിക്കുന്ന, അതുപോലെ തന്നെ ഇപ്പോൾ ഉറച്ച് സംസാരിക്കുന്ന, പലയിടത്തും എഴുതി വച്ചിരിക്കുന്നതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശീലം പൊതുവേ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതൊക്കെ കണ്ടും കേട്ടുമാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കണ്ടും കേട്ടുമൊക്കെ തന്നെയാണ് വളർന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കും അതൊന്നും ഇഷ്ടപ്പെടാൻ വലിയ സാധ്യതയില്ല. അപ്പോൾ ഇത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഞാൻ പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് ഒരുപാട് ഇടപെടുമ്പോൾ അവർ പൊതുവെ ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ്. കാരണം അവരുടെ പേരൻസും അവരുടെ സൊസൈറ്റിയും ഒന്നും ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ അച്ചടക്കമുള്ളവരാക്കി വളർത്തിയെടുക്കുന്നതിൽ പേരൻസ് ആ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യത്തെ വലിയ ബഹുമാനത്തോടുകൂടി അല്ലെങ്കിൽ വലിയ റെസ്പെക്റ്റോടുകൂടി കാണുന്നവരായിരിക്കണം. നിയമത്തെ അനുസരിക്കാനും അതുപോലെ തന്നെ എവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ ഒരു സിസ്റ്റത്തെ അംഗീകരിക്കാനും എവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ ഒരു രീതികളെ റെസ്പെക്റ്റ് ചെയ്യാനും മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യാനും സാഹചര്യങ്ങളോട് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുടെ മക്കൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം, ഇതൊക്കെ പാലിക്കേണ്ടതാണ്, ഇതൊക്കെ ഓണർ ചെയ്യേണ്ടതാണ്. എന്നാലും ചില കുട്ടികളിൽ ഇതിനൊക്കെ എതിരെ പോകാനുള്ള ടെൻഡൻസീസ് ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ പേരൻസ് എത്ര കോർഡിയലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ കുട്ടികളിൽ പലതരത്തിലുള്ള മോട്ടിവേഷൻസ് ആയിരിക്കും. ചിലർ പേരൻ്റ് നിയമം അനുസരിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് നിയമം അനുസരിക്കുകയും, ചിലർ പേരൻ്റ് എല്ലാം അനുസരിക്കുന്ന ആളായതുകൊണ്ട് അനുസരിക്കാതെ വളരുകയും ചെയ്യുന്ന കുട്ടികളും ഉണ്ടാവാം. അപ്പോൾ ഒരു വീട്ടിലെല്ലാ കുട്ടികളും ഒരേ പാറ്റേണിൽ പോകണമെന്നില്ല. അപ്പോൾ എന്തായാലും അതിലെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് തന്നെ ഡിസിപ്ലിൻ എന്ന വാക്കിനോട് നല്ല ഒരു റെസ്പെക്റ്റുള്ള ആളായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ അത് നമ്മൾ പാലിക്കുന്ന ആളായിരിക്കണം. എന്തായാലും ലോകത്തിൻ്റെ പുരോഗതി അല്ലെ ഒരു മനുഷ്യൻ്റെ പുരോഗതി എന്നൊക്കെ പറയുന്നത് അച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അച്ചടക്കം എന്ന് പറയുമ്പോൾ തന്നെ ഇത് വെറും അനുസരിക്കുകയും പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യുന്നതല്ല. അച്ചടക്കം എന്ന് പറയുമ്പോൾ ശാരീരികമായ ഒരു അച്ചടക്കം, ശരീരത്തെ ക്രമീകരിക്കുക, മനസ്സിനെ ക്രമീകരിക്കുക, വികാരങ്ങളെ ക്രമീകരിക്കുക, പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക, ചിട്ടകളെ ക്രമീകരിക്കുക, ഇതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അല്ലാതെ കുറേ വഴക്കും അടിയും ബഹളമൊന്നും അല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരു സെൽഫ് കൺട്രോളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അവർക്ക് തന്നെ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കണ്ടു വളരാനുള്ള സാഹചര്യങ്ങളും അവർക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു കുട്ടി രൂപപ്പെട്ട് വരുമ്പോൾ അതിനൊരു ചിട്ടയും ക്രമവും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നാണ് ഇതൊക്കെ പലപ്പോഴും കുട്ടികൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ സ്കൂളുകളിൽ ചിട്ടയൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു, ചിട്ടയായ രീതികൾ പഠിപ്പിക്കുന്നു. അതിൽ സ്കൂളുകൾ എപ്പോഴും അത് റിഫോം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇതെല്ലാം കുട്ടികളെ റിഫോം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ കുറേ നിയമത്തിനായിട്ട് തന്നെ ഉണ്ടാക്കിയതൊന്നും അല്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകളും സൊസൈറ്റിയിലും വീട്ടിലുമൊക്കെ കുട്ടികൾക്ക് ആവശ്യമായ
കുട്ടികളെ ഏറ്റവും നന്നായിട്ട് റിഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമ്മുടെ ചിട്ടയും ക്രമവും ഒക്കെ അതിനെ റീഫോം ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എപ്പോഴും വഴക്കും അടിയും എല്ലാ സ്ഥലത്തും പ്രയോജനം ചെയ്യില്ല. ശിക്ഷിക്കാമോ? പലരും ചോദിക്കുന്നതാണ്, കുട്ടികളെ ശിക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുട്ടികളെ ശിക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരുമെങ്കിൽ. ഒന്നാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് നമ്മളൊരു കുട്ടിയെ ശിക്ഷിക്കുന്നത്? കുട്ടിയിൽ നിന്നൊരു പോസിറ്റീവ് റീഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ കുട്ടിക്കൊരു വളരെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വളരെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ കുട്ടിക്കൊരു ചെറിയ ശിക്ഷ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് തന്നെ ഫിസിക്കലായിട്ടുള്ള ശിക്ഷകൾ മാത്രമല്ല, കുട്ടിയെ ഒന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഒരു ടൈം ഔട്ട് വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിഷേധിക്കുക, ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും അങ്ങനെയൊന്നും ചെയ്യുന്നത് വലിയ തെറ്റാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ അത് കുട്ടിക്ക് യോഗ്യമായിരിക്കണം. അച്ഛൻ്റെയും അമ്മയുടെയും വാശി തീർക്കാനായിട്ട് കുട്ടികളെ അടിക്കുക, അവർ പരസ്പരമുള്ള അവരുടെ വഴക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് കുട്ടിയെ കൂടുതൽ അടിക്കുക, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയാണെന്നും പറഞ്ഞ് കുട്ടിയെ ഒരുപാട് ആക്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ്. കുട്ടിക്ക് പ്രയോജനമുണ്ടോ? കുട്ടിക്കത് റിഫോർമേഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ശൈലി മാറ്റണം. ചില കുട്ടികൾക്ക് ഒരു വടിയൊക്കെ എടുത്ത് കാണിച്ചു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അടിയൊക്കെ കൊടുത്തു, ചിലപ്പോൾ കുട്ടികൾക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാം. എല്ലാ കുട്ടികളിലും അങ്ങനെയല്ല. ചില കുട്ടികൾ അത് വളരെ റിബലായിട്ട് മാറാൻ അത് കാരണമാകും. ചില കുട്ടികൾക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ പറയുന്നത് ഒരു കുട്ടിയെ അനുസരിക്കണമെങ്കിൽ അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, പേടിയാണ്. പേടി കൊണ്ട് അനുസരിപ്പിക്കുന്ന അധികം കാലം നിലനിൽക്കത്തില്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത് റെസ്പെക്റ്റാണ്. നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ നിന്നാലേ അവരതനുസരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പേരൻസ് അല്ലെ അങ്ങനെയുള്ള ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ കുട്ടികൾ അത് അനുസരിക്കാറുണ്ട്. മൂന്നാമത്തതൊരു ഇഷ്ടമാണ്. ഏറ്റവും സ്ഥായിയായ, ഏറ്റവും നിലനിൽക്കുന്ന ഒരു കാര്യം ഇഷ്ടമാണ്. നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും നമ്മളൊന്ന് വഴക്ക് പറഞ്ഞാൽ തന്നെ അത് പോസിറ്റീവായിട്ട് എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടിയുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രീ കണ്ടീഷനാണ്. പലപ്പോഴും ഒരു ഡിസിപ്ലിനിങ്ങിൽ ഒരു പ്രീ കണ്ടീഷനാണ്. അപ്പോൾ ഇമോഷണലി നല്ല അടുപ്പമുള്ള ഒരാളായിട്ട് പേരൻറ്റ് മാറിക്കഴിഞ്ഞാൽ ഒരു നോട്ടം പോലും കുട്ടിക്ക് കൃത്യമായി മനസ്സിലാകുകയും അവിടെ അടിയോ വഴക്കോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. പിന്നെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന രീതികളൊന്നും ടീനേജിൽ പറ്റില്ല. ടീനേജിൽ ഒരിക്കലും കുട്ടികളെ പബ്ലിക്കായിട്ട് വഴക്ക് പറയാനും പബ്ലിക്കായിട്ട് ആക്ഷേപിക്കാനും ഒന്നും ശ്രമിക്കരുത്. കൗണ്ടർ പ്രൊഡക്റ്റീവാണ്, ഒരു സംശയമില്ല. ചില കുട്ടികൾ അതിനോട് പ്രതികരിക്കത്തില്ല, പക്ഷേ അവരുടെ ഉള്ളിൽ അത് വലിയ നീറ്റലും വലിയ വിഷമവും എന്നും ഒരു സ്കാറായിട്ട് അത് നിലനിൽക്കുകയും ചെയ്യും. ടീനേജിലൊക്കെ കുട്ടികളെ ഒറ്റയ്ക്ക് വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറയുകയും ഒരു റെസ്പെക്റ്റോടുകൂടി അവരോട് ഇടപെടുകയും അവർക്ക് ശിക്ഷയോ ശിക്ഷണമോ ഒക്കെ നൽകുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അതെല്ലാം അവരെ ബഹുമാനിച്ചുകൊണ്ടും അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടും അവരുടെ ഒരു പേഴ്സണാലിറ്റി ഓണർ ചെയ്തുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. ആക്ഷേപിക്കുക, ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് ചെയ്യുന്ന ആളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്. അതൊന്നും ഒരു കുട്ടിയെ റിഫോം ചെയ്യാനായിട്ട് ഗുണം ചെയ്യില്ല. കുട്ടിയെ റിഫോം ചെയ്യുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അതിന് പറ്റാത്ത രീതി വരുമ്പോൾ ആ രീതികൾ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. വളരെ ആവശ്യമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ, വൈകാരികമായ പ്രശ്നങ്ങളുള്ള, പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള കുട്ടികളെയൊക്കെ നമുക്ക് അടിച്ചും വഴക്ക് പറഞ്ഞും ഒന്നും നേരെയാക്കാനായിട്ട് പറ്റില്ല. പല കുട്ടികളും അങ്ങനെയുള്ളവരാണ്. അവർക്ക് പല മാനസിക പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വൈകാരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെങ്കിലും പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉണ്ട്, ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്. അത്തരം കുട്ടികളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവരെ നമുക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കണം. പല കുട്ടികളുടെയും പ്രശ്നം അവർ ഇൻഡിസിപ്ലിൻഡ് ആകുന്നതിൻ്റെ കാരണം തന്നെ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരു സുരക്ഷിതത്വമില്ലായ്മയാണ്. അതുപോലെ തന്നെ അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ്. കുട്ടികളിൽ ഈ അരക്ഷിതാവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ അവർ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഒക്കെ ശ്രമിക്കും. അപ്പോൾ അത്തരം കുട്ടികളെയൊക്കെ നമ്മൾ വീണ്ടും ആക്ഷേപിക്കുകയും വീണ്ടും വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ കൂടുതൽ ഹർട്ടാകുകയും അവർ കൂടുതൽ ആത്മവിശ്വാസം ഇല്ലാത്തവരും ആത്മാഭിമാനം ഇല്ലാത്തവരായി പോവുകയും കൂടുതൽ വഴിതെറ്റിപ്പോവുകയും മോശമായി പോവുകയൊക്കെ ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് അത്തരം കുട്ടികൾക്ക് വേണ്ടതൊരു ഹീലിംഗ് ആണ്. അത്തരം കുട്ടികളെ നമ്മൾ ആദ്യം ഹീൽ ചെയ്തെടുക്കുക. ഹീൽ ചെയ്യാനായിട്ട് വേണ്ടത് അവരെ സുരക്ഷിതരാക്കുക. അവരുടെ ഉള്ളിലെ ഭയം, ഈ വലിയ ധൈര്യവും വലിയ ധാർഷ്ട്യവും ഒക്കെ കാണിക്കുന്ന കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളത് ഭയമാണ്.
ഇൻസെക്യൂരിറ്റിയാണ്, ഒരു മറ്റാർക്കും എന്നോട് ഇഷ്ടമില്ല എന്നുള്ള തോന്നലാണ്. അതുകൊണ്ട് ആ ഭയവും ഇഷ്ടമില്ലായ്മയുടെ തോന്നലുകളും ഒക്കെ മാറ്റിയെടുത്താൽ അത്തരം ആൾക്കാരിൽ പോസിറ്റീവായിട്ടുള്ള റീഫർമേഷൻസൊക്കെ ഉണ്ടാവും. പേഷ്യൻസ് ഈസ് ദ പേരൻറ്റിങ് സൂപ്പർ പവർ എന്ന് പറയാറുണ്ട്. നല്ല ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് ഇത്തരം ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് ഡിസിപ്ലിൻ ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ, നമുക്കവരെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ, അത് വെച്ച് നശിപ്പിക്കാതെ അറിവുള്ള ആൾക്കാരുടെ അടുത്ത് പോയി പേരൻസ് ഒരു നല്ല ഗൈഡൻസൊക്കെ എടുത്താൽ കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പല കേസുകളും എന്നെ വിളിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടിക്കല്ല ഗൈഡൻസോ കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ ആവശ്യം, പേരൻറ്റിനാണ്. പല പേരൻസും ആദ്യകാലത്ത് വലിയ ദേഷ്യത്തോടെ കുട്ടികളോട് ഇടപെടുമ്പോഴാണ് അവർ വളർന്നു വന്ന ദേഷ്യവും ധാർഷ്ട്യവും വാശിയും ഒക്കെ ഒരു ആയുധമായിട്ട് അവർ ഉപയോഗിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നമ്മുടെ രീതികൾ ഗുണം ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കുന്നതുകൊണ്ടൊന്നും യാതൊരു തെറ്റുമില്ല. കുറ്റവും കുറവും കുട്ടികളോട് ഒരുപാട് പറയാതെ അവരുടെ നിറവും അവരുടെ സാധ്യതകളും അവരുടെ നന്മയും അവരുടെ ഗുണങ്ങളും ഒക്കെ പറയാമെങ്കിൽ അതിൻ്റെ കൂടെ അവരുടെ കുറവുകളൊക്കെ പറയുമ്പോൾ അവർ ആ കുറവുകളൂടെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ ശ്രമിക്കും. എത്രയും വൈകാരികമായി അവരെ ചേർത്ത് പിടിക്കുന്നോ അത്രയും അവരെ റിഫോം ചെയ്യാൻ എളുപ്പമാണ്. ഇനി ചില കുട്ടികളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം തന്നെ അവർ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും കൂടുതൽ മുതലെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതൊക്കെ ചില പേഴ്സണാലിറ്റി ഇഷ്യൂസാണ്. അത്തരം കുട്ടികളെയൊക്കെ നമുക്ക് ഒരു മോഡറേറ്റായിട്ട് നമ്മൾ ഒരു സൈഡിൽ കൂടെ സ്നേഹം കൊടുക്കുകയും ഒരു സൈഡിൽ കൂടെ അവരെ ചേർത്ത് പിടിക്കുകയും ഒരു സൈഡിൽ കൂടെ അവരെ തിരുത്തുകയും നല്ല അച്ചടക്കത്തോടും ഡിസിപ്ലിനും ഉള്ള ഒരു എൻവയോൺമെൻറ്റിൽ അവരെ സ്ഥിരമായി നിലനിർത്തുകയും ഒക്കെ ചെയ്ത് അവരെ റിഫോം ചെയ്തെടുക്കാൻ സാധിക്കും. എല്ലാ കുട്ടികളെയും മിടുക്കരാക്കാൻ സാധിക്കും, അതിനൊരു സംശയമില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ആദ്യം മാതാപിതാക്കളിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം, മാതാപിതാക്കളിൽ ക്ഷമയുണ്ടായിരിക്കണം, മാതാപിതാക്കൾക്ക് കുട്ടിയെ ശരിയായി മനസ്സിലാക്കണം. ഞാനിപ്പോൾ പലതരത്തിലുള്ള കുട്ടികളെക്കുറിച്ച് പറഞ്ഞു. ഇതിലേത് തരം കുട്ടികളാണ് നമുക്കുള്ളത്, അത് അനുസരിച്ചാണ് നമ്മൾ അവരെ എങ്ങനെ സമീപിക്കണം, അവരെ എങ്ങനെ തിരുത്തണം, ക്രമീകരിക്കണം, അവർക്ക് ശിക്ഷയാണോ ശിക്ഷണമാണോ എന്താണ് വേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത്. എന്തായാലും കുഞ്ഞാണ് നമ്മുടെ ലക്ഷ്യം, കളയാനൊരു കുഞ്ഞുമില്ല. അതിനെ റീഫോം ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി പല പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ഒക്കെ വർക്ക് ചെയ്ത് നോക്കി ഏറ്റവും ഉചിതമായതിലേക്ക് വരിക. അത് അല്ലാതെ ഞാനിങ്ങനെയാണ്, ഞാനെല്ലാം പൊട്ടിത്തെറിക്കുന്ന ആളാണ്, ഞാൻ എല്ലാത്തിനും ചീത്ത വിളിക്കുന്ന ആളാണ്, ഞാൻ അടിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്ന പേരൻ്റ് രോഗമുള്ള പേരൻ്റാണ്. അങ്ങനെയല്ല, പേരൻ്റ് കുട്ടിക്കനുസരിച്ച് മാറുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾ മെച്ചപ്പെടുന്നത്. അതുപോലെ തന്നെ ചില പേരൻ്റൊക്കെ പറയാറുണ്ട്, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കണേ പോലും എന്നോട് ചോദിച്ചിട്ടേ പോവുള്ളൂ, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ തലവട്ടം കണ്ടാൽ അങ്ങനെ, ഇങ്ങനെയൊക്കെ പറയുന്ന പേരൻസ് രോഗമുള്ള പേരൻസാണ്. കുട്ടികളെ അങ്ങനെ അടിച്ചമർത്തിയൊക്കെ വളർത്തിയാൽ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല, ഒരു ധൈര്യം ഉണ്ടാവില്ല, അവർക്കൊരു ആത്മാഭിമാനം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വളർത്തുന്ന കുട്ടികൾ ചെറിയ പ്രായത്തിലൊക്കെ പേടിച്ച് അരണ്ടിരിക്കുമെങ്കിലും അവർ വളർന്നു കഴിയുമ്പോൾ വലിയ അപകടകാരികളായി മാറുകയും പലതരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവരായി മാറുകയും വിവാഹ ജീവിതത്തിലും തൊഴിൽ രംഗത്തുമൊക്കെ അവർ വളരെ നെഗറ്റീവ് ക്യാരക്ടേഴ്സായി മാറുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ ഉള്ള വലിയ മിടുക്കരെ ഒന്നും ദയവ് ഇത് സൃഷ്ടിക്കരുത്. സന്തോഷമുള്ള കുഞ്ഞുങ്ങളാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റുക. അവരുടെ സന്തോഷത്തിൽ അച്ചടക്കവും പ്രധാന ഒരു ഘടകമാണ്. അച്ചടക്കവും കൂടെ കുട്ടികൾക്കുള്ളപ്പോഴാണ് ആ സന്തോഷമൊക്കെ അവർക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ കുട്ടികൾക്ക് ഈ അച്ചടക്ക പ്രശ്നങ്ങളുള്ള കുട്ടികളെയൊക്കെ കൂടുതലായിട്ട് ഓടിച്ചാടി കളിപ്പിക്കാനൊക്കെ ശ്രമിക്കണം. അല്ലാതെ സ്കൂൾ കഴിഞ്ഞ് വന്ന് നേരെ ട്യൂഷന് കുത്തിക്കയറ്റി വെക്കുന്ന കുട്ടികളിലൊക്കെ ഇപ്പോൾ കൂടുതൽ ദേഷ്യവും കൂടുതൽ വാശിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഓടിച്ചാടി കളിക്കാനും കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂട്ടാനും യാത്ര ചെയ്യാനും അങ്ങനെ കുട്ടികൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും കൊടുക്കുമ്പോൾ അവർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. നല്ല രസമായിരിക്കും അത് കാണാൻ. പിന്നെ പ്രശ്നങ്ങളുള്ള വീടുകൾ, ചില ഹെറിഡിറ്ററി ഫാക്ടേഴ്സൊക്കെ, മെൻ്റൽ ഡിസീസിൻ്റെയൊക്കെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സൊക്കെ ഉള്ള വീടുകളുണ്ട്. അത്തരം വീട്ടിലെ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ ചെറിയ പ്രായത്തിലേ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ഗൗരവത്തോടെ എടുക്കുക. ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ അവരെ പോയി കാണുക, നല്ല അഡ്വൈസുകൾ എടുക്കുക. ടീച്ചേഴ്സ് പിന്നെ സ്കൂളിൽ ഡിസിപ്ലിൻ നടത്തുമ്പോൾ വളരെ പ്രധാനമായൊരു പോയിൻ്റ് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. സ്കൂളിൽ ഡിസിപ്ലിനൊക്കെ ചെയ്യുമ്പോൾ അതുമായിട്ട് സഹകരിക്കാൻ കുട്ടികളെ നമ്മൾ പ്രാപ്തമാക്കുക.
സ്കൂളിൽ എന്തെങ്കിലും ഡിസിപ്ലിനൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മോനെ അടിക്കാൻ അവളാരാണ്, എൻ്റെ മോനെ വഴക്ക് പറയാൻ അവനാരാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സ്കൂളിൽ ചെല്ലുന്നത് ഒരു രോഗാതുരമായ പേരൻറ്റിംഗ് ആണ്. നിങ്ങൾ കുട്ടിയുടെ സൈഡിലല്ല ആ സമയത്തൊക്കെ നിൽക്കേണ്ടത്. നിങ്ങൾ പേഴ്സണലായിട്ട് പോയി ടീച്ചേഴ്സിനെയോ പ്രിൻസിപ്പലിനെയൊക്കെ കണ്ട് അവരോട് സംസാരിക്കുകയും ഇനി എന്തെങ്കിലും തെറ്റുകൾ അധ്യാപകരുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടുന്നില്ല, തീർച്ചയായിട്ടും അവർക്കും ഉണ്ടാവാം, അവരും ഇങ്ങനെയൊക്കെ വളർന്നു വന്നവരുണ്ടാകാം. അതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് പോയി അത് അല്ല കുട്ടിയുടെ മുമ്പിൽ വെച്ച് കുട്ടിയെ സൈഡ് ചെയ്ത് പിന്നെ അധ്യാപകരെയൊക്കെ മോശമാക്കിയാൽ ആ കുട്ടികളെല്ലാം നശിച്ചു പോകും, ഒരു സംശയവും വേണ്ട. പിന്നെ ചെറിയൊരു കാര്യത്തിനൊക്കെ സ്കൂളിനെതിരെ തിരിയുന്ന പേരൻ്റൊക്കെ അച്ചടക്കമില്ലാത്ത പേരൻ്റാണ്. അങ്ങനെയുള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് അച്ചടക്കം ഉണ്ടാകുക? അപ്പം ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ മിടുക്കരാക്കി എടുക്കാൻ. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്, നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ്. എവിടെ പോയാലും അവിടുത്തെ സിസ്റ്റവുമായിട്ട് പിന്നെ ചേർന്ന് പോകണം. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ വിദേശ രാജ്യത്തൊക്കെ ചെന്ന് അവിടെയൊക്കെ ഇൻഡിസിപ്ലിൻഡായിട്ട് നടന്ന് ആ സമൂഹത്തിലൊക്കെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വളരെ മോശമായ ഇമേജുകളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഇവരെ അങ്ങ് കയറ്റി അയച്ച് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുമ്പോൾ അവരവിടെ ചെന്ന് ആ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നാളെ ആരെയും അങ്ങോട്ട് വിടാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ആ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഇമേജ് മാറുകയും ചെയ്യുമെന്നുള്ള കാര്യവും കൂടെ പ്രത്യേകം ഓർക്കുക. എല്ലാവർക്കും നല്ല പേരൻറ്റിങ് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോസൊക്കെ വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കൂടുതൽ ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാകും, കൂടുതൽ കുട്ടികളെ നമുക്ക് സന്തോഷമുള്ളവരാക്കി മാറ്റാം. ഈ പ്രവർത്തനത്തിന് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.